ഇത് നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടിക്കയുടെ ഡ്രാഗൺ തോട്ടമാണ്. വീടിനോട് ചേർന്നുള്ള സ്വന്തം കോട്ടേഴ്സിന്റെ മുകളിലാണ് ഈ തോട്ടം ഒരുക്കിയിട്ടുള്ളത്. നഴ്സറികളിൽ നിന്നും വലിയ ഡ്രമ്മുകൾ വാങ്ങി സ്വന്തമായി തന്നെ മുറിച്ച് ആ രണ്ട് മുറിച്ച ഭാഗങ്ങളിലായി ഡ്രാഗൺ കൃഷി ചെയ്യുന്നു. കുറച്ച് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടം പൊടിച്ചതും ഇവയെല്ലാമാണ് പോട്ടിമിക്സ് ആയി ചെയ്യുന്നത്. കൃത്യമായ പരിചരണവും. ഇവിടെ ഡ്രാഗൺ മാത്രമല്ല ഉള്ളത്, അത്തിയും മാവും സപ്പോട്ടയും എല്ലാ ഇനങ്ങളും ഇവിടെയുണ്ട്. എല്ലാ ഫ്രൂട്ട്സ് ഇനങ്ങളിൽ നിന്നും ഏറ്റവും നല്ല വെറൈറ്റി മാത്രം നോക്കിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഡ്രമ്മിലെ ഫലവൃക്ഷങ്ങളിൽ നിന്നെല്ലാം 100 മേനി വിളവ് തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടവിളയായി തക്കാളിയും വിക്സ് തുളസിയും എല്ലാമുണ്ട്. ചുമ, കഫക്കെട്ട് തുടങ്ങിയവക്ക് വീട്ടിൽ നിന്നുള്ള പരിഹാരവുമാണ് ഈ വിക്സ് തുളസി. ഇപ്പോൾ വിളവെടുക്കാനായി പാകമായിട്ടുള്ളത് 3 ഡ്രാഗൺ ഫ്രൂട്ടുകളാണ്. 3 വലുതു നോക്കി സ്നേഹസമ്മാനം എന്നോണം എനിക്കും തന്നു ഒന്ന്. മഴ തുടങ്ങുന്നതു മുതൽ ഒക്ടോബർ അവസാനം വരെയാണ് ഇതിന്റെ വിളവെടുപ്പ് കാലം. വീട്ടിൽ കൃഷി ചെയ്യുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകൾക്ക് പൊതുവെ രുചി കൂടുതലാണ്. അത് ചുവപ്പ് വെറൈറ്റിയും കൂടെയാണെങ്കിൽ ഗംഭീരം. തൊലി പൂർണ്ണമായും ചുവക്കുകയും അല്ലികൾക്ക് പകുതി വരെ ചുവപ്പെത്തുകയും ചെയ്താൽ പൂർണ്ണ വളർച്ച എത്തിയെന്നാണ്. പൂർണ്ണ വളർച്ച എത്തുന്നതോടുകൂടെ രുചിയിലും മാറ്റം ഉണ്ടാകും. നേരിട്ട് കഴിക്കാനും ജ്യൂസ് അടിക്കാനും ഐസ്ക്രീം ഉണ്ടാക്കാനും എല്ലാം ഇത് ഉപയോഗിക്കും. സ്വന്തമായി കൃഷി ചെയ്ത് സ്നേഹത്തോടെ തന്നതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല രുചിയുണ്ടായിരുന്നു. അല്ലെങ്കിലും സ്നേഹത്തോടെ തരുന്നതിന് മൊഞ്ച് കൂടുതലല്ലേ.